ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബീറ്റിൽ ഉപയോഗിക്കുന്ന ഓരോ ഉപഭോക്താക്കളും അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള ഓരോ ആൾക്കാരും വലിയൊരു ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം 1945 ഡിസംബർ മാസം 27-ാം തീയതി ഔദ്യോഗികമായിട്ട് ഈ കാറുകളുടെ സീരിയൽ പബ്ലിക്കിനായിട്ട് കമ്പനി ഓപ്പൺ ചെയ്തുവെങ്കിലും അതിനു മുമ്പ് വളരെ വലിയൊരു ചരിത്രമുണ്ട്. കാരണം നമുക്കറിയാം ഹിറ്റ്ലർ, അതായത് ജർമ്മനിയിലെ ഏകാധിപതി എന്ന് ആൾക്കാർ വിശേഷിപ്പിക്കുന്ന ഹിറ്റ്ലർ, അദ്ദേഹത്തിൻ്റെ കാമുകിയായ അല്ലെങ്കിൽ പിന്നീട് മരിക്കുന്നതിന് മുമ്പ് കല്യാണം കഴിച്ച ഈവ ബ്രൗൺ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കാമുകിക്ക് വേണ്ടിയിട്ട് ഒരു മനോഹരമായ കാറ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വോക്സ്വാഗനോട് ആവശ്യപ്പെടുന്ന ഒരു ചരിത്രമുണ്ട്. അപ്പോൾ അങ്ങനെ വണ്ടിൻ്റെ രൂപത്തിലുള്ള പല കാറുകൾ റെഡിയാക്കി കൊണ്ടുപോയിട്ട് അതിൻ്റെ മോഡൽ കൊണ്ടുപോയി ഹിറ്റ്ലറെ കൊണ്ടുപോയി കാണിച്ചെങ്കിലും അതൊന്നും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. അവസാനം ഒരു സുന്ദരമായ ഒരു വണ്ടിൻ്റെ രൂപത്തിലുള്ള ഈ ബീറ്റിലിൻ്റെ മോഡൽ കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിന് കൊടുക്കുന്ന ചരിത്ര പ്രസിദ്ധമായൊരു ഫോട്ടോ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് വലിയ സന്തോഷമായി കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന് മേശപ്പുറത്തിരുന്ന ഒരു ഫ്ലവർ ബേസ് എടുത്ത് വണ്ടിയുടെ അകത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ബീറ്റിൽ ഒരു ഫ്ലവർ ബേസ് ഇപ്പോഴും എല്ലാ ബീറ്റിൽ കാറുകളിലും ഉണ്ട്. വാസ്തവത്തിൽ ഈവ ബ്രൗണിന് വേണ്ടിയിട്ട് ഇത് ഡെവലപ്പ് ചെയ്തുവെങ്കിലും ആ ഈവ ബ്രൗണിന് അത് വാസ്തവത്തിൽ ഉപയോഗിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് വേറൊരു ചരിത്ര സത്യം. അതിനുശേഷം കമ്പനി ഇത് നിശ്ചലാവസ്ഥയിലാക്കി ഈ ബീറ്റിലിൻ്റെ നിർമ്മാണം കാര്യങ്ങളുമൊക്കെ. അങ്ങനെ 1945 ഡിസംബർ മാസം 27-ാം തീയതിയാണ് ആദ്യത്തെ ബീറ്റിൽ കാറ് ഔദ്യോഗികമായിട്ട് ഇറങ്ങുന്നത്. അതിനുശേഷം 13 എഡീഷൻ വീണ്ടും ഇറക്കി. 2014 ബീറ്റിലിൻ്റെ പ്രൊഡക്ഷൻ പൂർണ്ണമായിട്ട് നിർത്തി. കേരളത്തിൽ ഏതാണ്ട് ഒരു 30 താഴെയുള്ള വണ്ടികളാണ് വാസ്തവത്തിൽ ഇത് കേരളത്തിൽ കൊണ്ടുവന്ന് രജിസ്റ്റർ ചെയ്തേക്കുന്നത്. പിന്നെ റീരജിസ്ട്രേഷൻ വാഹനങ്ങളൊക്കെ കുറേ ഉണ്ട്. ഇതിൻ്റെ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ ബീറ്റിൽ കാർ. ഇന്നും ഇതുപോലെ മനോഹരമായ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു വാഹനം ലോകത്ത് ഇറങ്ങിയിട്ടില്ല. അതായത് ഇപ്പോൾ എവിടെ ബീറ്റിൽ കിടന്നാലും വാഹനപ്രേമികളിൽ, പ്രത്യേകിച്ച് നിഷ്കളങ്കരായ കൊച്ചു കുട്ടികൾക്ക് വരെ ആദ്യമേ കണ്ണോടിയെത്തുന്ന ഈ ബീറ്റിൽ കാറുകളിലാണ്. അതുകൊണ്ട് ബീറ്റിൽ ഇനിയും പുനരാവിഷ്കരിക്കും, അല്ലെങ്കിൽ ബീറ്റിലുകൾ ഇനിയും ലോകമെമ്പാടുമുള്ള നിരത്തുകളിൽ ഓടുമെന്നൊരു വിശ്വാസത്തോടുകൂടി ഓരോ ബീറ്റിൽ സ്നേഹികളും ക്ലബ്ബുകൾ രൂപീകരിക്കപ്പെട്ടേക്കുന്നു. അപ്പോൾ ബീറ്റിലിൻ്റെ ആ വിലയറിഞ്ഞ്, അതല്ലെങ്കിൽ അതിൻ്റെ മഹത്വം അറിഞ്ഞ് ആ കാറുകൾ അതുപോലെ കരുതലോടുകൂടി ഉപയോഗിക്കുന്ന ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളും ക്ലബ്ബുകളും ഇന്ന് ലോകത്താകമാനം ഉണ്ട്. ഇത് ഒരു ചരിത്രത്തിൻ്റെ വലിയൊരു അധ്യായത്തിൻ്റെ ഭാഗമാണ് ഓരോ ബീറ്റിൽ കാറുകളും.